ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് കുഞ്ഞു ടിപ്സുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു പെയിന്റിന്റെ ബ്രഷും പിന്നെ നമ്മുടെ ടൂത്ത് ബ്രഷുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രഷുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കളയാണ് ചെയ്യുന്നത്. ഈ ബ്രഷുകൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ബ്രഷ് വെച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സാധാരണ റൂമൊക്കെ അടിച്ചു വാരി കഴിയുമ്പോൾ ധാരാളം പൊടികൾ ഉണ്ടാവില്ലേ. നമ്മളിങ്ങനെ ചൂലും കൊണ്ട് വാരിയാലും ചിലപ്പോൾ അതൊക്കെ ഈ അടിച്ചുവാരിയിലേക്ക് കയറാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പെയിന്റ് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ അടിച്ചുവാരിയിലേക്ക് വാരിയെടുക്കാൻ പറ്റും. തറ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ വീടിന്റെ വാതിൽപ്പടിയിലൊക്കെ ചെറിയ ചെറിയ മാറാമ്പലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ ഈ ഒരു പെയിന്റ് ബ്രഷ് ഉപയോഗിക്കാം. പിന്നെ ഈ വാതിലിന്റെ മൂലകളിലൊക്കെ ചെറിയ ചെറിയ പൊടികളൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ വീടിന്റെ വാതിലൊക്കെ കുറച്ച് ഡിസൈനൊക്കെ ഉള്ള വാതിലുകളാണെങ്കിൽ അതിന്റെ ആ ഡിസൈനിലൊക്കെ പൊടികളൊക്കെ അടിഞ്ഞ് ഇരിപ്പുണ്ടാകും. അതൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ പഴയ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ അടുത്തതായിട്ട് നമ്മുടെ ജനലിന്റെ ഈ വിടവിലൊക്കെ ചെറിയ ചെറിയ മാറാമ്പല്, എട്ടുകാലിക്കൂട് അങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പെയിന്റ് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് പുതിയ ബ്രഷ് വാങ്ങിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ പെയിന്റ് ഒക്കെ അടിച്ചു കഴിയുമ്പോൾ പഴയതായിട്ടുള്ള ബ്രഷുകളൊക്കെ ഉണ്ടാവുകയില്ലേ, ആ ബ്രഷുകളൊക്കെ നമ്മൾ കളയാതെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ജനൽ പാളികളിലും പൊടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഇത് കണ്ട, ഇപ്പോൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ധാരാളം പൊടികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ടേബിൾ ഫാനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ പൊടികളൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പെയിന്റ് ബ്രഷ് ഉപയോഗിച്ച് കളഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ ചെറിയ നിസാരം എന്ന് കരുതുന്ന ജോലികളൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കീബോർഡൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാം. കീബോർഡിന്റെ ഈ കീയുടെ അടുക്കുള്ള പൊടികളൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ ബ്രഷ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ സെറ്റുകളുടെ ഈ സൈഡുകളിലൊക്കെ ധാരാളം പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രഷ് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ കാറിന്റെ സീറ്റ് സൈഡിലൊക്കെയുള്ള പൊടികളൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പെയിന്റ് ബ്രഷ് യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ടൂത്ത് ബ്രഷാണ്. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ഇതേപോലത്തെ കാസറോളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകിയെടുക്കുമ്പോൾ അതിന്റെ ഈ വിടവിലുള്ള ചെളികളൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാസറോളിന്റെ വിടവിലുള്ള ചെളികളും അഴുക്കുകളൊക്കെ പോകാൻ നല്ല ഈസിയാണ്. ഒരു പിടിയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ധാരാളം ഇങ്ങനെ അഴുക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സാധാരണ കഴുകിയെടുക്കുമ്പോൾ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഞാൻ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അടപ്പും കാസറോളും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത്, ഞാൻ ഇവിടെ ഒരു ചായ അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഈ അരിപ്പയുടെ ഈ ഒരു പിടിയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ധാരാളം ഇങ്ങനെ അഴുക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സാധാരണ കഴുകിയെടുക്കുമ്പോൾ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിലെ മിക്സിയുടെ ജാറ്, അതിനകത്തുള്ള ഈ അടപ്പൊക്കെ നമ്മൾ എത്ര സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകിയാലും അതിൻ്റെ ഈ വിടവുകളിലൊക്കെ ഉള്ള അഴുക്കുകളൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ടിന്നുകളൊക്കെ എപ്പോഴും കഴുകിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഈ ടിന്നൊക്കെ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാൻ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ പാത്രം കഴുകുന്ന സിങ്ക്, അതിൻ്റെ ഈ വെള്ളം പോകുന്ന ഈ ഒരു സംഭവം, അതിലൊക്കെ ധാരാളം അഴുക്കുകളൊക്കെ അടിഞ്ഞിരിക്കും. നമ്മൾ സ്ക്രബ് ചെയ്താലും അതിൻ്റെ ഈ വിടവുകളിലുള്ള അഴുക്കുകളൊക്കെ പോകാൻ പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ പൈപ്പിലെ അഴുക്ക് കളയുന്നതിന് നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. ഈ ഒരു സൈഡിലെ അഴുക്കുകളൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി കിട്ടും ഇങ്ങനെ ബ്രഷ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ മിക്സിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഈ ഒരു സ്ഥലത്തൊക്കെ ധാരാളം മിക്സി അരയ്ക്കുമ്പോൾ അതിനകത്തുനിന്നൊക്കെ ചാടിയിട്ട് അഴുക്കുകളൊക്കെ പിടിച്ചിരിപ്പുണ്ടാവും.
അത് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം. അതുപോലെ നമ്മുടെ ഈ സ്പീഡ് കൂടുന്ന ഈ ഒരു സ്ഥലത്തൊക്കെ അതിൻ്റെ വിടവിലൊക്കെ അഴുക്കുകൾ ഉണ്ടായിരിക്കും. അതും നമുക്ക് നമ്മൾ വെറുതെ കളയുന്ന ഒരു ബ്രഷാണ്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ചൊരു വിമ്മൊന്ന് ചേർത്തിട്ടാണ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ മിക്സിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ ഒരു നോബില്ലേ, അതിൻ്റെ വിടവിലൊക്കെ ധാരാളം അഴുക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ വൃത്തിയാക്കുമ്പോൾ അതൊന്നും നന്നായിട്ട് ക്ലീനായി കിട്ടണമെന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ ഈ വിടവുകളൊക്കെ, എത്ര ചെറിയ സ്ഥലമാണെങ്കിലും ഈ ഒരു ബ്രഷിൻ്റെ ഒരു നാര് അതിൻ്റെ എല്ലാ സ്ഥലത്തേക്കും എത്തും. അപ്പോൾ നമുക്ക് അത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഗ്യാസ് ബർണറും ക്ലീൻ ചെയ്തെടുക്കുന്നതിന് ബ്രഷ് ഉപയോഗിക്കാം. അതിനകത്ത് അടിഞ്ഞിരിക്കുന്ന പൊടികളും അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കുക്കറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തിളച്ച് ചാടിയിട്ട് ഇതിൻ്റെ ഒരു സൈഡിലൊക്കെ ഇതുപോലത്തെ അഴുക്കുകളും മഞ്ഞക്കറകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കാം. പിന്നെ വാഷർ ഇടുന്ന സ്ഥലത്തും എല്ലാം നമുക്ക് ഈ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പഴയ ബ്രഷ് ഇതിനകത്തേക്ക് കാണിച്ച് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഇതിൽ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടായത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ അതൊരു മടങ്ങി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് മടക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിലെ ടോയ്ലറ്റിലാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ടോയ്ലറ്റ് എത്ര തന്നെ വൃത്തിയാക്കിയാലും നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ നമ്മുടെ ടോയ്ലറ്റിലെ ബ്രഷ് ക്ലീൻ ചെയ്യാൻ എത്തുകയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ടൂത്ത് ബ്രഷ് ഇങ്ങനെ മടക്കിയതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു എഡ്ജൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. നിങ്ങൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു ഐഡിയ ആണ്. നമ്മുടെ ഈ ഒരു പഴയ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ടോയ്ലറ്റിന് നമ്മൾ കാണാത്ത സ്ഥലത്തൊക്കെ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വളരെ നല്ലതായിരിക്കും. എല്ലാവരും ഈ ഒരു ഐഡിയ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഷൂസ് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ടൈൽസിന്റെ ഇടയിലുള്ള ചെളികളൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഓർണമെന്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ നിസ്സാരമായിട്ട് കളയുന്ന ഈ ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ ഏതെങ്കിലുമൊക്കെ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.